ദ്വാരകാനഗരിയിൽ ശ്രീകൃഷ്ണനും പത്നി രുക്മിണിയും സന്തോഷത്തോടെ വാഴുകയായിരുന്നു. അവർക്ക് പ്രദ്യുമ്നൻ എന്ന ഓമനപുത്രൻ പിറന്നു. അതിസുന്ദരനായ ആ ഉണ്ണിയെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം അവൻ സാക്ഷാൽ കാമദേവന്റെ പുനർജന്മമായിരുന്നു. കൃഷ്ണന്റെയും രുക്മിണിയുടെയും മാത്രമല്ല, ഗോകുലത്തിൽ കൃഷ്ണനെ പൊന്നുപോലെ വളർത്തിയ യശോദയുടെയും കണ്ണിലുണ്ണിയായി പ്രദ്യുമ്നൻ മാറി. യശോദയ്ക്ക് പ്രദ്യുമ്നൻ കൃഷ്ണൻ കുഞ്ഞായിരുന്നപ്പോൾ നൽകിയ അതേ വാത്സല്യം വീണ്ടും നൽകി. പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടില്ല. കൃഷ്ണന്റെ ചിരവൈരിയായ ശംബരാസുരൻ പ്രദ്യുമ്നൻ ജനിച്ചയുടൻ തന്നെ അവനെ തട്ടിക്കൊണ്ടുപോയി കടലിലെറിഞ്ഞു. പ്രദ്യുമ്നനെ ഒരു വലിയ മത്സ്യം വിഴുങ്ങി. ഈ വാർത്ത കൃഷ്ണനെയും രുക്മിണിയെയും അഗാധമായ ദുഃഖത്തിലാഴ്ത്തി. ഈ വിവരം യശോദ അറിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം നുറുങ്ങിപ്പോയി. തന്റെ ഓമനമകനായ കൃഷ്ണൻ ഇങ്ങനെയൊരു ദുരിതം വന്നല്ലോ എന്ന് യശോദ വിലപിച്ചു. എന്റെ കണ്ണാ, നിനക്കെന്തിനാണീ ദുഃഖം? ഈ ലോകത്തിന്റെ മുഴുവൻ ഭഗവാനായിട്ടും നിനക്കും ഈ ദുരിതങ്ങളോ? യശോദയുടെ മനസ്സിൽ ചോദ്യങ്ങൾ പെരുമഴ പോലെ പെയ്തു. സ്വന്തം പുത്രനെപ്പോലെ വളർത്തിയ കൃഷ്ണന്റെ വേദന യശോദയ്ക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. ഭഗവാന്റെ ലീലകൾ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് കഴിഞ്ഞെന്ന് വരില്ലല്ലോ. കൃഷ്ണൻ യശോദയുടെ അടുത്തേക്ക് ചെന്ന് ആശ്വസിപ്പിച്ചു. അമ്മേ, വിഷമിക്കരുത്. എല്ലാറ്റിനും ഒരു കാരണമുണ്ട്. ഈ വേദനകൾക്കുമപ്പുറം ഒരു വലിയ സത്യവും നന്മയുമുണ്ട്. കാലം അതിന്റെ വഴിക്ക് നീങ്ങുമ്പോൾ എല്ലാം ശരിയാകും. കൃഷ്ണന്റെ വാക്കുകൾ യശോദയ്ക്ക് ആശ്വാസം പകർന്നെങ്കിലും ആ അമ്മയുടെ മനസ്സിന്റെ തേങ്ങൽ അടങ്ങിയില്ല. വർഷങ്ങൾ കടന്നുപോയി. പ്രദ്യുമ്നനെ വിഴുങ്ങിയ മത്സ്യത്തെ ഒരു മുക്കുവൻ പിടിക്കുകയും അത് ശംബരന്റെ അടുക്കളയിൽ എത്തിക്കുകയും ചെയ്തു. മത്സ്യം കീറിയപ്പോൾ അതിൽ നിന്ന് ഒരു കുഞ്ഞു പുറത്തുവന്നു. ശംബരന്റെ ഭാര്യയായ മായാവതി, രതിദേവിയുടെ അവതാരം, ആ കുഞ്ഞിനെ വളർത്തി. അവനായിരുന്നു പ്രദ്യുമ്നൻ. പ്രദ്യുമ്നൻ യുവത്വത്തിലെത്തിയപ്പോൾ മായാവതി അവനോട് അവന്റെ ജനനരഹസ്യങ്ങളും ശംബരനാൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട കഥയുമെല്ലാം പറഞ്ഞുകൊടുത്തു. മായാവതി അവനെ യുദ്ധമുറകൾ അഭ്യസിപ്പിച്ചു. ഒടുവിൽ പ്രദ്യുമ്നൻ ശംബരാസുരനെ വധിച്ച് വിജയിയായി ദ്വാരകയിൽ തിരിച്ചെത്തി.